ഹായ്, വാൾസ് വിജയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടിലല്ല, ഇന്ന് നമ്മുടെ എന്താ പറയുക പ്രിയപ്പെട്ട സുഹൃത്തും അതുപോലെ തന്നെ നമ്മളായിട്ടൊരു 10-20 വർഷത്തോളം ബന്ധമുള്ള നമ്മളെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടൻ്റെ ലോഫ്റ്റിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ പേര് അരുണേട്ടനാണ്, കുമാരസ്വാമി അരുൺ, എല്ലാവരും അറിയും. അപ്പോൾ മൂപ്പരായിട്ടൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10-20 വർഷം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 10-20 വർഷത്തിൻ്റെ മേലെയായി മൂപ്പരായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ ആ ബന്ധം നമ്മളിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാമാണ് ബോസ്. അപ്പോൾ ബോസിൻ്റെ വീട്ടിൽ നമ്മൾ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവ വിശേഷങ്ങൾക്കല്ല ഞാൻ വന്നത്, അത് ആദ്യമേ പറഞ്ഞുതരാം. അപ്പോൾ ആളുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നു, ഒരു ഹവായിക്കൂട് അടിച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രെയിമിൻ്റെ പണി മാത്രമേ തീർത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആൾ ഹവായിക്കൂട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അടിച്ചാന്ന് എന്നോട് പറഞ്ഞേ. അപ്പോൾ അത് കേടായി പോയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്തൊന്ന് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ടോയെന്ന് ആളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഓപ്ഷൻ ഉണ്ട് തരണം, നമുക്ക് പ്രശ്നമാക്കണ്ട, എൻ്റെ ഫുൾ ടൂൾസായിട്ട് ഞാൻ വരാം, ഇന്നലെ നമുക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞു വെച്ച് നിർത്തിയതായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഏതായാലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി പണികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഷൂട്ട് ചെയ്യുന്നത് എറണാകുളം തന്നെയാണ്, വേറെ ആരും ഇല്ല. നമ്മൾ ട്രൈപോഡ് വരെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ യാദൃശികമായിട്ട് ഇവിടെ എത്തിയതാണ്. ഇന്നേക്ക് എന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്ത് വന്നതല്ല. അപ്പോൾ ഞാൻ ഈ റേഞ്ചിലുണ്ട് എറണാകുളം മൂപ്പര് വിളിച്ച സമയത്ത് മൂപ്പര് പറഞ്ഞു, ഇവിടെ എങ്ങനെയാണ് സംഭവം, ഏതായാലും സാധനങ്ങളൊക്കെ നിൻ്റെ അടുത്ത് നിനക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ, അപ്പോൾ എത്രയും പെട്ടെന്ന് അത് തീർത്തോ, മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണി നടക്കില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കുറവുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഏതായാലും ബാക്കി പണികളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആരോടെ വരി കണ്ടോ, ഇതാണ് നമ്മുടെ സെറ്റപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത് വെച്ചത്. അപ്പൊ ഈ അളവും കാര്യങ്ങളൊക്കെ അരുണാട്ടൻ തന്നെ ആയിരുന്നു. വെയിലടിക്കുന്നുണ്ട് കേട്ടാ, ഓക്കെ. അപ്പൊ ഈ അളവും കാര്യങ്ങളൊക്കെ അരുണാട്ടൻ തന്നെ പറഞ്ഞ ഐഡിയ ആണ്. അപ്പൊ എന്റെ വീട്ടില് ഏട്ടാ കുറച്ചും കൂടി, അപ്പൊ എന്റെ വീട്ടില് ഞാൻ ഉണ്ടാക്കിയ കൂടിന്റെ അളവും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നാള് അരുണാട്ടൻ തന്നെയാണ്. അപ്പൊ അരുണ ആദ്യം ഒരു ഹായ് പറയും. ഹായ്. ഹായ്. അപ്പൊ അരുണാട്ടനെ ഒന്ന് സെൽഫായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ, എവിടെയാ സ്ഥലം, എങ്ങനെയാണ്? ഞാൻ കോഴിക്കോട് കുമാരസ്വാമിയാണ്, നമ്മളെ ആത്മാർത്ഥ സുഹൃത്താണ്, അനിയനാണ്, സ്വന്തം നമ്മളെ ആശാൻ കൂടിയാണ് അരുണാട്ടൻ. എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അരുണാട്ടൻ എന്നോട് പറഞ്ഞത്, നീ കൂടടിക്ക്, ബാക്കി സെറ്റപ്പ് ഞാൻ ചെയ്തുതരാം, 2 ജോഡി പ്രാവിന് ഞാൻ തരാം. ഞാൻ ചോദിച്ചിട്ട് തന്നെ ഇല്ല, ഇത്രയും ദിവസമായിട്ട് ചോദിച്ചിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാണ്, നീ ഒരു 2 ജോഡി പറവയി കൊണ്ടുപോയിക്കുന്നൊരു പറപ്പിച്ച് നോക്കിയാൽ എന്താ റിസൾട്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ വീണ്ടും ഇപ്പോൾ അടുത്ത് വീണ്ടും 2 ജോഡിയും കൂടെ തന്നിട്ടുണ്ട്. അപ്പം അത് വീട്ടിലുണ്ട്, മുട്ടിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവനെ നമുക്ക് പിന്നെ കാണാം. ഏതായാലും അരുണാട്ട പണികളൊന്ന് തീർക്കാം. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഉണ്ട്, എല്ലാ സേഫ്റ്റി ഗാർഡ് കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളത് അരുണാട്ട ഷൂട്ട് ചെയ്യും, ഞാൻ കാര്യങ്ങൾ വേഗം തീർക്കണം, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് വേറെ. അപ്പോൾ ഇന്ന് പ്രാവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കിട്ടില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കത്തിമൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ മൂപ്പർക്ക് കോൾ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ വിട്ട പ്രാവിനെ ഒരു 2 എണ്ണത്തിനെ കൊണ്ടുപോയില്ല കേട്ടാ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലം ഇപ്പോൾ ഇന്ന് പറവയില്ല. പുറത്ത് നമ്മളെ പണീൻ്റെ ഇടയിൽ കൂടെ പറവയും കൂടി ആകുമ്പോൾ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 3-4 മണിക്കൂർ കൊണ്ട് പണി തീർക്കണം. ഓക്കെ, എന്നാൽ ബാക്കി പണി കാണിക്കാം. അതേപോലെ നമ്മളെ കൂടിൻ്റെ അളവും കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ് കേട്ടോ. 16 ഗേജ് കേട്ടോ നമുക്ക് താഴോട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ മൂപ്പരൻ്റെ വായിച്ചാണ് കേട്ടോ, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വീട്ടിൽ കൂടുണ്ടാക്കിയത് മൂപ്പര ഐഡിയ കാണുമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തായിരുന്നു, എല്ലാ അളവുകളും കാര്യങ്ങളും കമ്പിയുടെ ഗേജ് വരെ മൂപ്പര അമ്മയ്ക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മൂപ്പരോട് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത് അടിയിലേക്കുള്ള പീസാണ്. ഇതിലാണ് അടിയല്ലത്, അടി. ഇതാണ് നമ്മുടെ ടോപ്പും അതുപോലെ തന്നെ സൈഡ് ഫ്രെയിമുകളും. പണികൾ ഇങ്ങനെ ഘട്ടഘട്ടമായിട്ട് നടക്കും, ഷൂട്ടും അതുപോലെ തന്നെ ഘട്ടഘട്ടമായിട്ട് നടക്കും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും കവർ ചെയ്താൻ പറ്റില്ല എന്നൊക്കെ വരും. അപ്പോൾ അതിന് പരിപൂർണ്ണം പറയുന്നു. കണ്ടോ, ഇവരെ മോളെ ഗ്ലാസ്സാണ്. അപ്പോൾ ആൾ താഴെ പോയി തിരിച്ചുണ്ടാകാനാണ്. ഫിസർ നിൽക്കാൻ സാധ്യതയുണ്ട്. സേഫ്റ്റി ഇല്ലാതെ നമ്മൾ പണിയെടുത്തിട്ട് കാര്യം.
ഈ പ്രാവശ്യം ഇപ്പൊ എത്ര എണ്ണം കത്തിയും പഠിച്ച്? 32 അവിടെ പഠിക്കും. 32 കണ്ടോ? 32 പ്രാവിനെയാണ് ഇപ്പൊ ഈ സീസണിൽ കത്തിയും പഠിച്ചത്. എന്നാ അടുത്ത ടൂറിന്റെ എന്താ 10-ാം തീയതി 12-ാം തീയതി അടുത്ത് സ്റ്റാർട്ട് ചെയ്യും. മൂപ്പരെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയാണ്. ഓനും ഇതേമാതിരി പ്രാവിൻ്റെ ചെറിയൊരു വീക്ക്നെസ് ഉള്ള ആളാണ്. അപ്പോൾ ഒരു പ്രാവിനെ പറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൻ്റെ പ്രാവിനെ പറപ്പിച്ചിട്ട് ഓൻ ഇവിടുന്ന് ടെറസിൻ്റെ മേലെ നോക്കുകയാണ്. പ്രാവിനെ കാണുന്നില്ല. +2-ലാണ് പഠിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത്. അധിക ദിവസവും വരും ഇവിടെ. ഓരോ സംശയങ്ങളായിരുന്നു എന്നോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെ കാണാം. അപ്പം മഴ ഏതായാലും നമ്മളെ ചതിച്ചു. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ പണി തീർക്കാതെ ഇനി പോകുന്ന പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നു. എന്താ ചെയ്യാം? ഒരു ഓപ്ഷൻ അകത്തേക്ക് കയറ്റാം. വേറെ രക്ഷയല്ലല്ലേ, മറ്റേത് നമുക്ക് തീർക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഏട്ടാ മേൽഭാഗം കട്ട് ചെയ്യണ്ടല്ലോ, അടിയിൽ ഈ വള്ളു മാത്രം കട്ട് ചെയ്താൽ പോരെ. ഒരു 3 അടി വീതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം. നെറ്റും കട്ട് ചെയ്ത് പോകും കേട്ടോ. പിന്നെ വെച്ചെടുക്ക, ഉള്ളിൽ കയറ്റാം. പണി തീരട്ടെ അല്ലേ? ഓക്കെ. ഏതായാലും ലോഫ്റ്റിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കട്ടിങ് നടക്കുന്നുണ്ട്. കട്ടർ കുറച്ച് വാട്സ് കൂടിയത് കൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം പാളുന്നുമുണ്ട് നല്ലോണം. അപ്പോൾ ഏതായാലും സേഫ്റ്റി കണ്ണടൊക്കെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തു. ആ ഭാഗം തീർത്തിട്ടുണ്ട്. നമ്മൾ ആവായിക്കൂട് ഉള്ളോട്ട് കയറ്റി വെക്കാൻ കണക്കായിട്ട് നെറ്റ് കട്ട് ചെയ്തു. ഭാഗം മടക്കി മേലോട്ട് വെച്ചു. ഉള്ളോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിത്തെ ഭാഗം കേട്ടോ അത്. അപ്പോൾ ഫ്രണ്ടിത്തെ ഭാഗത്തെ ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്ക് കുറച്ച് നെറ്റ് ഉണ്ട്, അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഏട്ടാ പൈല് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ കൂടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഡോർ വെച്ചിക്കണം ഫ്രണ്ട് സൈഡ്. അപ്പോൾ വെല്ലിങ് നമ്മൾ കൂട്ടി അടിച്ചതാ മൊത്തത്തിൽ. അതിനെ ഓളബ്രിസ് തട്ടിക്ക് വെച്ചേ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിത് നിർത്താൻ പോവാ. നിർത്തുന്നതിന് മുന്നോടി വെച്ച് ഡോറിന്റെ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പൊ എന്താ, ഡോറിന്റെ ഫ്രണ്ട് തുറക്കാം. ഇനി മൊത്തത്തിൽ വെല്ല് ചെയ്തതിന് നമ്മൾ ഉള്ളിൽ നിന്ന് ഇനി അത് പൊട്ടിക്കാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെക്കാട്ടി നല്ല ഇപ്പൊ തന്നെ നമ്മൾ പണി തീർത്ത് പോവാണെങ്കിൽ കാര്യങ്ങൾ പടപടയെ നടക്കും. ഓക്കെ. നമ്മുടെ കൂടിൻ്റെ അവസാനത്തെ ഔട്ട്പുട്ട് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടിഭാഗം കഴിഞ്ഞിക്കണു, ഫ്രണ്ട് ഭാഗം കഴിഞ്ഞിക്കണു. മറ്റേ ഭാഗം സൈഡിലെ ഒരു ഭാഗം നമ്മൾ നമ്മൾ സെൽഫ് സ്ക്രൂ ചെയ്തതാ. അപ്പൊ ഇനി ചെയ്യാനുള്ളത് ഏറ്റവും ടോപ്പിലെ ഭാഗം, പ്രാവ് ഇറങ്ങുന്ന ഭാഗം, പിന്നെ 2 സൈഡുകൾ. ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ ഒന്നുകിൽ ടോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 2 സൈഡ് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ടോപ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതിനാണ് കൂടുതൽ വെല്ലിങ് ഉള്ളത്. നാളെ കിളിവാതിൽ കൂടെ പ്രാവ് ഇറങ്ങാനുള്ള സെറ്റപ്പ് കൂടെ ഉണ്ടല്ലോ നമുക്ക്. അതിൻ്റെ ഒരു പീസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫ്രെയിം. അപ്പോൾ സമയം നോക്കിയാ 11:05. അതിനാ അതിന് ടോപ്പ് ചെയ്തിരിക്കണു, ഫ്രണ്ട് ചെയ്തിരിക്കണു, ബാക്ക് ചെയ്തിരിക്കണു. ബാക്ക് ഓൾറെഡി ചെയ്ത് നമ്മൾ മുന്നേ അടിഭാഗം ചെയ്തിട്ടുണ്ട്. ഡോറൊക്കെ കിണ്ണ കാച്ച ഡോറാണ്. അതൊക്കെ. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ചെയ്യണം, ആ സൈഡ് ചെയ്യണം. ഓൾറെഡി ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം. ആ ബ്രിക്സിന്റെ മേലെ ആ സൈഡ് അവിടെ വെക്കുക, ഈ സൈഡ് ഇങ്ങോട്ടും വെക്കുക. 4 വാലുകൾ പുറത്തുണ്ടാവും. ഓക്കെ. ബാക്കി അതനുസരിച്ച് കൈകാര്യം ചെയ്യാം. ശരി ശരി. കുറച്ച് നേരം കറണ്ട് പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഡിലേ ആയത്. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്. എന്നിരുന്നാലും അതൊന്നും ഗവനിക്കാതെ നമ്മൾ പണി പടപടയെന്ന് തീർക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. അവസാനത്തെ 2 വെല്ലിങ്ങോട് കേട്ടോ. ബാക്കി സകലമായ സംഗതി നമ്മൾ തീർക്കണ്ടേ. അതുകൂടെ നമുക്ക് പടപടയെന്ന് അടിക്കാം. നിങ്ങൾ അടുത്തേക്ക് വാ. ഇനി 2-3 സ്ഥലത്തെ വെൽഡിങ് ബാക്കിയുള്ളൂ. അപ്പോൾ കൂടിൻ്റെ അളവ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ് നിൽക്കുന്ന ഭാഗം 3 അടി സ്ക്വയറാണ് നെറ്റ്. കാലുകൾ വരുന്നത് 2 ഫൂട്ട് നീളവും. മൊത്തം 5-3 നെറ്റുകൾ. 1/2 16 ഗേജും അതുപോലെ തന്നെ 1/2 16 ഗേജുമാണ് നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്ര സ്ഥലം ആവശ്യമുണ്ടോ?
വേണം അല്ലേ? ഇരിക്കാൻ അതിനുള്ളിൽ കയറി താഴെറങ്ങാം. ഇത്ര സ്പേസ് കണ്ടാൽ ഇത്ര സ്ട്രോങ്ങിൽ നമ്മൾ വെൽറ്റ് ചെയ്യണം. കണ്ടോ ഇത്ര സ്ട്രോങ്ങിൽ വെൽറ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ പണിയുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഗതി ചെയ്തത്, വേറെ ഒന്നുമില്ല. ഏതായാലും ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും കൂടെ നന്ദി പറയുന്നു. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതാണ് നമ്മളെ കൂടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലുള്ള പ്രാവ് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.